എല്ലാവർക്കും ദ എൻജിനീയേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നു. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ അവൈലബിൾ ആണ്. നമ്മളിന്ന് നോക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൻ്റെ 2024 ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, അതിലെ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് കയറിയിരിക്കുന്ന കുട്ടിയുടെ റാങ്ക് 2271. EZ 10277. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. EZ കാറ്റഗറിയിൽ 10,000 വരെയുള്ള കുട്ടിക്ക്, 10,000-ന് മുകളിലുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. മുസ്ലിം കാറ്റഗറിയിൽ 6452. LA, BH, DV, VK, BX, KN, KU, SC, ST ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. EW കാറ്റഗറിയിൽ 13,697 ഒക്കെ വന്നിട്ടുണ്ട്. ഫീ വേവറായിട്ട് വന്നിരിക്കുന്ന 5,470 റാങ്കുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കിയാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ EZ-ൻ്റെ ഒക്കെ കാര്യമാണ് നോക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈഴവയിൽ 10,000 സംതിങ് ഉള്ള ഒരു കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. അപ്പോൾ സെക്കൻഡും തേർഡൊക്കെ വരുമ്പോഴത്തേക്കും ഇനിയും റാങ്ക് അവിടെ കൂടും. അപ്പോൾ ഇടുക്കിയിൽ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലേ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൻ്റെ അവസ്ഥ സ്റ്റേറ്റ് മെറിറ്റിൽ 2503 വന്നിരിക്കുന്നത്. വേറെയുള്ള ഏകദേശം ഈഴവ, മുസ്ലിം, അതുപോലെ തന്നെ EW കാറ്റഗറിയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 5,000-നൊക്കെ അടുത്തൊക്കെയാണ് വന്നിരിക്കുന്നത് അല്ലെ. 3,000-ന് മുകളിലും 5,000-നടുത്തൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ മാത്രമേ ഉള്ളൂ അത്രയും ഒരു കുറഞ്ഞു പോകലുണ്ടായുള്ളൂ. ST കാറ്റഗറിക്കൊക്കെ 50,000-നടുത്ത് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇടുക്കിയിൽ. ഓക്കെ, അപ്പോൾ ഇടുക്കിയിൽ അത്രയും കുറഞ്ഞു പോയി. ബാക്കി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RIT കോട്ടയം സ്റ്റേറ്റ് മെറിറ്റിൽ 1988 വന്നിരിക്കുന്നത്. EZ 2298. മുസ്ലിം കാറ്റഗറി 2231. അങ്ങനെ ഓരോ കാറ്റഗറിയുടെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ST കാറ്റഗറിയിൽ ഇവിടെ 41,110 വരെയുള്ള കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്. മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം സ്റ്റേറ്റ് മെറിറ്റ് 1593 വന്നിരിക്കുന്നത്. ഈഴവ 2003, മുസ്ലിം 1665. എല്ലാം ഏകദേശം ഒരു 5,000-നടുത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. ST കാറ്റഗറിക്ക് ഇവിടെ 44,554 വരെയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? NSSൽ 2,504, ഈഴവ 3,118, മുസ്ലിം 3,105. പാലക്കാട് 2,371. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ GC തൃശ്ശൂർ 712. 1000 കടന്നിട്ടില്ല. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം 1,196 വന്നിരിക്കുന്നത്. 1,196. ഇൻട്രസ്റ്റിംഗ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഓഫ് കോഴ്സ് വന്നിരിക്കുന്നത് 342 സ്റ്റേറ്റ് മെറിറ്റിൽ. 500 പോലും കടന്നിട്ടില്ല. ഈഴവ, മുസ്ലിം എല്ലാം ഏതൊരു ST പോലും SC ST ആണ് സാധാരണ എല്ലാത്തിലും റാങ്ക് കുറച്ച് കൂടുതൽ വരുന്നത്. അതിൽ STക്ക് പോലും 10,000-ന് ഉള്ളവർക്ക് അവിടെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വയനാട്, അവിടെ സ്റ്റേറ്റ് മെറിറ്റ് കാണിക്കുന്നില്ല. ഈഴവ ഇടുക്കി പോലെ തന്നെ 10,000-ന് മുകളിലാണ്. ബാക്കിയുള്ളതൊക്കെ ഏറെക്കുറെ റാങ്ക് ഉള്ളവർക്ക് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം പേടിക്കേണ്ട കാര്യമില്ല. കമ്പ്യൂട്ടർ സയൻസ് ആഗ്രഹിച്ച പല ആളുകൾ നിങ്ങൾ ഈ വർഷം ഒരുപാട് റാങ്ക് കുറഞ്ഞു എന്നൊക്കെ നിങ്ങൾ പരാതിപ്പെട്ടിരുന്നു. ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണിക്കുന്നത്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈഴവ പോലുള്ള സ്റ്റേറ്റ് മെറിറ്റുകാർക്ക് എങ്കിലും പ്രതീക്ഷ കുറവാണ് കേട്ടോ. അതെവിടെയാണെങ്കിലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ജനറൽ കാറ്റഗറി റിസർവേഷനുള്ള ആളുകൾ കുറച്ച് പ്രതീക്ഷ അർപ്പിക്കാം. നിങ്ങൾക്ക് ഇടുക്കി ഓർ വയനാട് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, താങ്ക് യു.